എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഗാർഡൻ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഡിസ്ചീഡിയ എന്ന് പറഞ്ഞൊരു ചെടിയാണ് കേട്ടോ അത്. ഇതിപ്പോൾ അത്യാവശ്യം നന്നായി വളർന്ന് തൂങ്ങി കിടക്കുന്നുണ്ട്. ഒരു ഷേപ്പില്ലാതെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഷേപ്പിലാക്കി കൊടുക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി ഇതൊന്ന് നല്ല ഷേപ്പിൽ വെക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നത്. കട്ട് ചെയ്ത് നടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ കട്ടൊന്നും ചെയ്ത് നടന്നില്ല. അത് ഷേപ്പാക്കി നല്ല ഭംഗിയിൽ നിർത്താൻ തന്നെയാണ് വിചാരിച്ചിരിക്കണേ. ഇതിനെ അധികം വളർത്താനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ലാതെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റിയൊരു ചെടിയാണ് കേട്ടോ അത്. ഡെയിലി നനച്ചു കൊടുക്കും. പിന്നെ കാര്യപ്പെട്ട് വളപ്രയോഗമൊന്നും ഞാൻ ചെയ്യാറില്ല. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു ചെടിയാണിത്. അപ്പോൾ നന്നായി ഷേപ്പിൽ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ ഭംഗിയിലിരുന്നോളൂല. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ വീട്ടിലെ ഗ്രൗണ്ട് ഓർക്കിഡ് ഒരെണ്ണം പൂത്തിട്ടുണ്ട്. ഞാൻ ഒരു 4-5 കളറ് നട്ടിരുന്നു. അതിൽ ഫസ്റ്റ് പൂവിട്ടത് ഇതാണ് കേട്ടോ. പിന്നെ ഈ 4 ചട്ടിയിലും പല കളറുകളാണ്. യെല്ലോ ഉണ്ട്, ഇപ്പോൾ വൈറ്റാണ് ഫ്ലവർ ചെയ്തേക്കുന്നത്. അപ്പോൾ മറ്റ് പൂക്കളൊക്കെ ഉണ്ടാവാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. എന്ത് കളറ് നല്ല ഭംഗിയുള്ളതാണ്. എല്ലാവരും നല്ല ഭംഗിയുള്ള ഗ്രൗണ്ട് ഓർക്കിഡ്സാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൂവിട്ടത്. അപ്പോൾ ഭയങ്കര സന്തോഷം. ഇനി അടുത്തതിൽ വെയിറ്റിങ്ങിലാണ്. പിന്നെ ഇത് അടുത്ത സുന്ദരിയാണ് കേട്ടോ. ഇത് ഒരുപാട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാനൊരു പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് പ്ലാന്റ്സ് ചോദിച്ച് വിളിച്ച് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോ ആയിട്ട് ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈ ചെടിയിൽ നിറച്ചും പൂത്തേക്കാണ്. എവിടെയാണെന്നൊന്നുമില്ല, അങ്ങ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തലക്കിനും വിലങ്ങിനൊക്കെ ആയിട്ട് ഫ്ലവർ ചെയ്തേക്കാണ്. നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റാണ് കേട്ടോ ഇത്. എൻ്റെ കയ്യിൽ ഉള്ള ചെടികളിൽ എനിക്ക് ഒരു ഫേവറേറ്റ് ചെടിയാണ്ടത്. ഒരു കെയറിങ്ങിൻ്റെ ആവശ്യമില്ല. വെള്ളം ഒഴിച്ചു കൊടുക്കുക, പിന്നെ അധികം വെയിലും വേണ്ട. ഒരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ് ഈ ചെടി. ക്ലോറോഫിറ്റം എന്നാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഈ ചെടിയുടെ പേര് ഗൂഗിളിൽ കണ്ടത് കേട്ടോ. പിന്നെ ഗ്രീൻ സ്പൈഡർ എന്നും കണ്ടിരുന്നു. പിന്നെ അടുത്തത് ഇതാണ് കേട്ടോ. ഇത് ഞാൻ കിച്ചൺ വേസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്നിടുമ്പോൾ ഡയറക്റ്റായിട്ട് ചിലപ്പോൾ കൊണ്ടുവന്നിടും. അപ്പോൾ അതിൽ മുളച്ചു വന്നേക്കുന്നതാണ്. എന്തോ പച്ചക്കറിയുടെ എന്തോ തൈയാണ്. ഇപ്പോൾ ഫ്ലവറും ചെയ്തിട്ടുണ്ട്. ഇതിനിപ്പോൾ പെൺപൂവാണോ ആൺപൂവ് അങ്ങനെ എനിക്കറിയില്ല. ഇതെന്താ പൂവ്, എന്ത് പൂവാണെന്ന് അറിയില്ല. കായ്ക്കണതാണോന്ന് അറിയില്ല. എന്തായാലും അവിടെ നിൽക്കട്ടെ. എന്തായാലും ഫ്ലവർ ചെയ്തതല്ലേ. അപ്പോൾ എന്താണ് സംഭവം എന്ന് നോക്കാനാണ്. മത്തനും കുമ്പളമൊന്നല്ലാന്ന് എനിക്കറിയാം. ഇനി വല്ല ചിരക്ക അങ്ങനെ എന്തെങ്കിലും ആണോയെന്നൊരു ഡൗട്ടുണ്ട്. ഇലയൊക്കെ കണ്ടിട്ടെ എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും അവിടെ നിൽക്കട്ടെ. നമുക്ക് പിന്നെ ഒരു ചിലവുമില്ലല്ലോ. അതവിടെ നിന്ന് കായ്ക്കണതാണെങ്കിൽ എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹത്തിൽ അത് അവിടെ നിർത്തിയേക്കാണ്. പിന്നെ അടുത്ത ചെടിയാണിത്. ഇത് ഇവിടേക്ക് കുറച്ച് വെയിൽ നന്നായി അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെയിലടിച്ച ഭാഗം കരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ വെയിൽ നന്നായി ഈ ചെടിക്ക് കിട്ടണ കാരണം ഇതിൻ്റെ ഇലയിൽ കണ്ട ഫുൾ വൈറ്റായിട്ട്, ലീഫിലൊക്കെ നല്ല വൈറ്റായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ 2 നേരം അപ്പോൾ നമ്മൾ ഈ ചെടി നനച്ചു കൊടുക്കണം. ഒരു നേരം നനച്ചാൽ പറ്റില്ല. വെയിലുണ്ടെങ്കിൽ 2 നേരം നനച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ചെടി കരിഞ്ഞു പോവും. അത്യാവശ്യം നല്ല വെയിലുള്ള കാരണമാണ് കേട്ടോ ഈ ലീഫിന് ഇത്ര വൈറ്റ് ഷെയ്ഡ് വന്നേക്കണത്. അപ്പം ഞാൻ ഈ സ്റ്റാൻഡിൻ്റെ 2 സൈഡിലായിട്ട് ഈ സെയിം പ്ലാന്റാണ് വെച്ചേക്കണത്. ഇത് കണ്ടില്ലേ 2 സൈഡിലും. പക്ഷേ 2 സൈഡിലും നന്നായി വെയിലടിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടേക്ക് നല്ല വെയിലുള്ള കാരണമാണ് ആ ഗ്രീൻ കളർ നെറ്റ് അങ്ങനെ കെട്ടിയേക്കണത്. എന്നാലും സൈഡിലേക്കൂടെയുള്ള വെയിലൊക്കെ നന്നായി അടിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ഈ ബിഗോണിയ ഉണ്ട്. ഈ ബിഗോണിയ മുറിച്ച് നടാറായിട്ടാണ്. ഒരുവിധം വലിയ പ്ലാന്റ് ആയിട്ടുണ്ട്. കട്ടിങ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്.
കട്ട് ചെയ്ത് വേറെ പിടിപ്പിക്കണം. നന്നായി ഫ്ലവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു പിങ്ക് കളർ ഫ്ലവറാണ്, നല്ല ഭംഗിയുള്ള ബിഗോണിയാണ്. എൻ്റെ അടുത്ത് ഒരുപാട് ബിഗോണിയായിട്ട് കളക്ഷൻ ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ ഒക്കെ പോയി. ഇനിയിപ്പോൾ രണ്ടാമതും നട്ട് പിടിപ്പിച്ച് കൊടുക്കണം. അടുത്തതായിട്ട് ഈ വൈറ്റ് ആന്തൂറിയാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഈ വൈറ്റ് വലിയ പൂവുണ്ടാവണതാണ് കേട്ടോ, വലിയ ഫ്ലവറാണത്. അതിൻ്റെ റോസ് കളറുണ്ട്, വലിയ ഫ്ലവറുണ്ട്. പിന്നെ എൻ്റെ അടുത്തുള്ളത് ഡാർക്ക് കളറ് മെറൂൺ, ചെറുതാണ് കേട്ടോ, ചെറിയ മെറൂൺ ഡാർക്ക് കളർ, നിറച്ച് ഫ്ലവർ ഇടും കേട്ടോ. ഞാനിതിപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് നട്ട കാരണമാണ്, ഇപ്പോൾ നട്ടിട്ട് അധികം ആയിട്ടില്ല. ഇനി നോക്കി കുറച്ച് നാൾ കഴിയുമ്പോൾ നന്നായി ഫ്ലവർ ഇടും. ഈ മഴ സമയത്താണ് കേട്ടോ ഇതിലധികം പൂവുണ്ടാവണത്. ഇത് പെറ്റൂണിയ നട്ട് വെച്ചേക്കണതാണ്. എൻ്റെ അടുത്തുണ്ട് ഇതിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്ത് നട്ടേക്കുന്നതാണ്. അടുത്ത് നമ്മുടെ ജറബറയാണ്. ഒരു ജറബറ ഫ്ലവറൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണ്, നനച്ചു കൊടുക്കണം കേട്ടോ. നനയ്ക്കണേക്കാളും മുന്നേ ഞാൻ എടുത്ത വീഡിയോയാണ് ഇത്. പിന്നെ ഈ ഫ്ലവർ ഇതിൻ്റെ ഇത് വേറെ മറ്റേ എന്താ കളറ്, ഇത് വൈറ്റും മറ്റേത് വാടാമല്ലി കളറാണ് കേട്ടോ. അതിൻ്റെ ശരിക്കും കളറിൻ്റെ പേര് എനിക്കറിയാൻ പറ്റില്ല. വാടാമല്ലി പോലത്തെ ഒരു കളറ്. ഇത് നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നിന്ന് പോയിക്കോളൂ ഈ ചെടി. ഇത് പെട്ടെന്ന് നശിച്ചൊന്നും പോകില്ല കേട്ടോ. കുറേ നാൾ നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ച് കുറേ നാൾ ആ ചെടി നിന്നോളും. വരുന്ന ഫ്ലവർ കരിഞ്ഞു പോകുമ്പോൾ അതങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ ആ ചെടി കുറേ നാൾ നിന്നോളും. പിന്നെ ഇത് ഫിലോഡെൻഡ്രോൺ വെറൈറ്റിപ്പെട്ട ഒരു ഹാങ്ങിങ് ആണ് കേട്ടോ. വെറ്റിലച്ചെടി, വെറ്റിലയുടെ ഇല കൂട്ടിരിക്കണം അതിൻ്റെ, അതുകൊണ്ടാണ് വെറ്റിലച്ചെടി എന്ന് പറഞ്ഞത്. ഇത് ഞാനൊരു വിത്ത് പാകിയതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പടർന്ന് കയറുന്ന ചെടിയാണ് നക്ഷത്രമുല്ല. അപ്പോൾ ഇതിലൊന്ന് ഞാൻ പാകി നോക്കിയതാണ്, അപ്പോൾ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ മുറ്റത്ത് ഞങ്ങളുടെ നേരെ പുളിമരമുണ്ട്, അപ്പോൾ മുറ്റത്ത് ഞാൻ നട്ടു കൊടുത്ത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് നാരകമുണ്ട്, നാരകവും പുളിയും കൂടി ഒരുമിച്ച് നിൽക്കണം. അതുമ്പോൾ ഇങ്ങനെ പടർത്തിയിട്ട് നാരകം ഫുള്ളും ഇങ്ങനെ പടർന്ന നിറച്ച് റെഡ് കളറേ 3-4 തൈ ഒരുമിച്ച് നട്ടതാണ്. നിറച്ച് റെഡ് കളർ പൂവുണ്ടാവും എന്നൊക്കെ പ്രതീക്ഷയിലാണ് ഞാൻ നട്ടത്. പക്ഷെ എൻ്റെ പ്രതീക്ഷ തെറ്റിച്ച് നാരകത്തുമേന്നും പോയി ആ പുളിയിലേക്ക് പടർന്ന് നിങ്ങൾക്ക് കാണണ്ടോയെന്ന് പറഞ്ഞിട്ട് റെഡ് കളർ പോലെ നമുക്ക് നമ്മുടെ ഒരുപാട് ദൂരം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആ ചെടി കിട്ടിയില്ല. അത് അതിന് ഇഷ്ടമുള്ള പോലെ അങ്ങോട്ട് വളർന്ന് അവിടെയാണ് പൂവിട്ടേക്കണത്. ഇപ്പം ഇത് നമ്മുടെ കാക്കപ്പൂവാണ് കേട്ടോ, ടൊറേനിയ. അപ്പോൾ ഈ ചെടി ഇതിൻ്റെ വിത്ത് ഞാൻ കുറച്ച് പാകിയിട്ടുണ്ട്. അപ്പോൾ അത് തയ്യാകുമ്പോൾ ഞാൻ സെയിലിന് വയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയാം, സെയിലിന് ഇടുമ്പോൾ പറയാം കേട്ടോ. ഇത് ആവശ്യമില്ലാത്ത ചെടിയും ഇഷ്ടം പോലെ പൂണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കണം ഫ്ലവർ ഇട്ടൊന്ന് കാണണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ ഫ്ലവർ ഉണ്ടാവില്ല. ഇതാ കണ്ടില്ല, അഗ്ലോണിമയിലും ഇങ്ങനെ ഫ്ലവർ തന്നെ. ഇതിന് ഫ്ലവറിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇത് നമ്മുടെ ഇത് ചെടി കുറച്ച് മുന്നേ ഒടിഞ്ഞിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നില്ലേ, ഒടിഞ്ഞ് കിടക്കണതായിട്ട്. അത് ഞാനൊന്ന് കുത്തി കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഈ അഗ്ലോണിമ ചെടി വയ്ക്കുമ്പോൾ എല്ലാവരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് മുറിച്ച് നട്ടാൽ പിടിക്കുമോ എന്നൊരു പേടിയായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി വില കൂടിയതാണെങ്കിലും വലിയ അഗ്ലോണിമ തൈയാണെങ്കിൽ അത് കട്ട് ചെയ്ത് നടന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഒരുപാട് തൈ അതിൽ നിന്ന് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല, ഓവറായിട്ട് വാട്ടറിങ്ങും ചെയ്യാതിരുന്നാൽ മതി. ഓവർ വാട്ടറിങ് ചെയ്യുമ്പോഴാണ് ഈ അഗ്ലോണിമ നശിച്ചു പോണത് കേട്ടോ. അഗ്ലോണിമ ചെടീനെ പറ്റി ഞാൻ വേറൊരു വീഡിയോ വിശദമായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്താലല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന്. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.